എടോ മോനോ, എനിക്കൊരു സംശയം, അതൊന്നും തീർക്കാനാണ് തന്നെ വിളിച്ചത്. എടോ, ഞാനൊരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചാൽ തൻ്റെ അമ്മ സമ്മതിക്കോളൂ ഈ ഡിവോഴ്സിനൊക്കെ? എന്താ വക്കീൽ അങ്ങനെ ഇപ്പൊ ഒരു സംശയം? അതിനൊരു കാരണമുണ്ട്. തൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ആവണിയോടൊരു സിമ്പതി ഉണ്ട്. അത് നമുക്ക് ദോഷം ചെയ്യണു. ഇപ്പൊ ഗർഭിണി കൂടി ആയതുകൊണ്ട് തൻ്റെ അമ്മ എന്തായാലും ആവണിയുടെ കൂടെ നിൽക്കുള്ളൂ. ആ, അത് ശരിയാ വക്കീലെ. അത് നമുക്ക് പൊളിച്ചെടുക്കണം. എങ്ങനെ? എടോ, ഈ പെൺകുട്ടികൾ കരയുന്ന കണ്ടാൽ അച്ഛന്മാർക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾ കരയുന്ന കണ്ടാൽ അമ്മമാർക്കും. ഈ കാർഡ് നമ്മളിവിടെ യൂസ് ചെയ്യണം. എനിക്കങ്ങോട്ട് വ്യക്തമായില്ല വക്കീലെ. താൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക. ഒരു പെർഫോമൻസ് അങ്ങ് നടത്തണം. അമ്മ ഫ്ലാറ്റ് ആയിരിക്കണം. മോഹനം പറഞ്ഞ അമ്മ ആവണിയെ അടിച്ച് വിളി കളയണം. ആ അവസ്ഥയിൽ എത്തിക്കണം. അങ്ങനെ അമ്മ കൂടി ആവണിക്കെതിരെ തിരിഞ്ഞാൽ ബാക്കി നമ്മൾ സേഫാണ്. അത് ഞാൻ ഏറ്റു വക്കീലെ. അപ്പൊ എന്നാ ശരിയടോ. നോക്കി പോണാ. നീ എന്താടാ ഇവിടെ? എനിക്ക് അമ്മയൊന്ന് കാണണം തോന്നി. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്ക് പറയാനല്ല, എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളൂ. ഞാൻ അമ്മയുടെ മോൻ തന്നെയല്ലേ? അതെന്താടാ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഞാൻ പറയുന്ന യാതൊരു കാര്യം അമ്മ വിശ്വസിക്കും, എന്ന് അവള് പറയുന്ന എല്ലാം അമ്മ വിശ്വസിക്കും. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനൊന്നും ഇല്ലടാ. ഞാൻ അവളെ ജോലിക്ക് വിട്ടില്ല, ശരിയാണ്. അതിനവൾക്ക് ദേഷ്യം ഉണ്ടാവും, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അവള് പറയുന്ന പോലെ ഇതെന്റെ കുഞ്ഞ് തന്നെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അമ്മേ അവൾ ആരും അറിയാതെ നശിപ്പിക്കാൻ പോയത്? അതെന്റെ കുഞ്ഞായിരുന്നെങ്കിൽ അവൾക്ക് അമ്മേനോട് വന്ന് പറയായിരുന്നില്ലേ? അമ്മ 2 അടി തന്നിട്ടാണെങ്കിലും അമ്മ പറയില്ലേ അവളെ മര്യാദക്ക് നോക്കാൻ? അതൊക്കെ അവൾക്കും അറിയുന്നല്ലേ. ഇതൊക്കെ അറിയാവുന്ന അവള് അബോർഷൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കള്ളത്തരമില്ല അമ്മേ. എന്റെ ഭാഗത്തുനിന്ന് അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ അവളുടെ ഭർത്താവല്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കൂ ഇതൊക്കെ? ഞാൻ അമ്മേനോട് അന്ന് പറഞ്ഞില്ലേ ഇവള് രാത്രി ആരും അറിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്, എന്നിട്ട് ആരോ ഏതോ ഒരുത്തനായിട്ട് സംസാരിക്കണുണ്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വ്യക്തമായിട്ട് കണ്ടതാ അമ്മേ. ഞാനത് ചോദിച്ചപ്പോ അവള് പറയണ ഞാൻ സ്വപ്നം കണ്ടതാണ്. അമ്മയോ അത് കേട്ടല്ലേ? എന്നിട്ടും അമ്മക്ക് അവളെയാണ് വിശ്വാസം. അതുകൊണ്ട് അമ്മ ഞാൻ ചോദിച്ചു, ഞാൻ അമ്മയുടെ മോനല്ലേ? മോഹന, നീ പറയുന്നത് വിശ്വസിക്കാനിട്ടല്ല, പക്ഷേ അവളുടെ കണ്ണീര് കാണുമ്പോ അമ്മയുടെ മനസ്സങ്ങാനിക്കും. അത് തന്നെ കാരണം. എല്ലാം കാണിക്കുന്നത് ചെയ്യുന്നത് ഒക്കെ അവൾ. നമുക്ക് വിശ്വാസം അവിടെ. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അമ്മ എന്നെ വിശ്വസിക്കണ്ട, അമ്മ അവളെ തന്നെ വിശ്വസിച്ചു. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ പൂട്ടിയിട്ടിട്ടാണ് അവള് പരീക്ഷ എഴുതാൻ പോയത്. അതിനെന്റെ അമ്മ തന്നെ അവളുടെ കൂടെ വന്നു. ആ വിഷമം സഹിക്കാൻ വയ്യാതെ ഞാൻ മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോയി. മോഹന, അത്രയും വിഷമമുണ്ടമ്മ, അത്രയും വിഷമമുണ്ട്. കണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ആരും എന്നെ വിശ്വസിക്കില്ല. പിന്നെ എനിക്ക് വിശ്വാസമാണ്.